തുടരുക. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഇവിടെ ഇപ്പോൾ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിക്കുമെന്നതായിരുന്നു കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി വലിയ മാറ്റം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വരുന്നു. 65% മുകളിലേക്ക് എന്തായാലും പോകില്ല എന്നൊരു സാഹചര്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിച്ചാൽ പ്രിയങ്ക ഗാന്ധിക്ക് എത്രമാത്രം വോട്ട് സമാഹരിക്കാൻ പറ്റും? പ്രിയങ്ക ഗാന്ധിയുടെ ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ്? ഇതിൽ യാതൊരു സംശയമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് യാതൊരു ആശങ്കയില്ല. കാരണം ഞങ്ങൾ ഇതുവരെ LDF ഇത്ര നിശ്ചലമായി നിന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതുവരെ നിലമ്പൂരൊന്നും കണ്ടിട്ടേ ഇല്ല. നിലമ്പൂര് പറയുമ്പോൾ LDF 2 പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ്. ഒരു വീട്ടിൽ കയറി ഒരു അഭ്യർത്ഥന കൊടുക്കാനോ അതല്ലെങ്കിൽ ഇനി അഭ്യർത്ഥന കൊടുത്തില്ലെങ്കിൽ ഒരു സ്ലിപ്പെങ്കിലും വിതരണം ചെയ്യാനോ അതിന് പോലും ഞങ്ങൾ എവിടെ LDF വരെ കണ്ടില്ല. മാത്രമല്ല, നിലമ്പൂരിലെ പല ബൂത്തുകളിലും ഞങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ മുക്കട്ട പോലെ ബൂത്തുകൾ, കരുളായിലെ കുറെ ബൂത്തുകൾ എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാഹനത്തിൽ ആള് കൊണ്ടുവരുന്നു, അങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവിടെ വോട്ട് ചോദിച്ചു, ഇതിനകത്ത് കയറി എന്നൊക്കെ പറഞ്ഞ് എന്നും ഒരു ചെറിയ മൽപ്പിടുത്തം ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയൊന്നും ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ തെരഞ്ഞിട്ടും ബൂത്തിലിരിക്കുന്ന ഒരാളും 1-2 പേര് പുറത്തു അല്ലാതെ ഒരു LDFന്റെ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല. മാത്രമല്ല, LDF ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചൊരു നിലപാട്, ഇത് പരമാവധി പോളിംഗ് കുറയ്ക്കാനുള്ള ഒരു പരിപാടി അവർ നേരത്തെ തീരുമാനിച്ചു. അവര് തന്നെ എല്ലാവരോടും പറഞ്ഞു അതെന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിക്കും. കാരണം അവരുടെ ആളുകൾ പോലും വന്നാൽ ഈ UDFന് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്നത് അവരുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് സ്വാഭാവികമായിട്ടും അവര് പറഞ്ഞു അതിപ്പോ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കൂട്ടാനല്ലേ, എന്തായാലും ജയിക്കുമല്ലോ എന്ന് അവരെന്നെ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് അവരുടെ വോട്ടേഴ്സിനാണ് ഏറ്റത്. ഞങ്ങളെ വോട്ടേഴ്സ് വളരെ കൃത്യമായി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ആളുകൾ വന്നു വോട്ട് ചെയ്തു. അവരെ ഒരു 30-35% വോട്ടെങ്കിലും അവരത് ഇറങ്ങിയിട്ടില്ല ഒരു ബൂത്തിലും. ഇതാണ് സത്യം. അത് ഇവിടെ ഞങ്ങൾക്ക് നിലമ്പൂർ ഇപ്പൊ ഞാനിപ്പോ എല്ലാ ബൂത്തുകളും സന്ദർശിച്ചു. 202 ബൂത്തിൽ ഏകദേശം 140 ബൂത്തുകളിൽ ഞാൻ എത്തി. ഇവിടെയൊക്കെ കാണാവുന്ന ഒരു കോമൺ ഫിനോമിനയാണിത്. പക്ഷേ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഇത്രയധികം വോട്ട് വയനാട്ടിൽ കുറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ട് മാത്രമാകില്ലല്ലോ, കുറവ് മൊത്തത്തിൽ സംഭവിക്കുന്നതാണല്ലോ. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ UDFന്റെ വോട്ട് ഒരു 1-2% ഒക്കെ കുറഞ്ഞാൽ തന്നെ അതിന്റെ CPMനെ സംബന്ധിച്ചിടത്തോളം 25-30% വോട്ടാണ് അവരുടെ പോൾ ചെയ്യാതെ പോകുന്നത്. ഞങ്ങൾ ബൂത്തിൽ തപ്പി നോക്കുമ്പോൾ 12 വോട്ട് അല്ലെങ്കിൽ 9 വോട്ട്, ഇതൊക്കെയാണ് ഞങ്ങളെ വോട്ടുകൾ പോൾ ചെയ്യാൻ ബാക്കിയുള്ളത്. അതേസമയം CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 60 വോട്ട്, 70 വോട്ട്, 90 വോട്ട്, 100 വോട്ട്, 150 വോട്ട് വരെ അവർക്ക് പോൾ ചെയ്തിട്ടേ ഇല്ല പല വോട്ട്. നോക്കൂ, നമ്മൾ 2019 രാഹുൽ ഗാന്ധി ആദ്യം എത്തുമ്പോൾ അദ്ദേഹം 4,31,000 ശിഷ്ടം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. പക്ഷേ രണ്ടാമതെത്തുമ്പോൾ അത്രയും വരുന്നില്ല. 3,53,000 ചില്ലുവാനുമായി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുകയാണ്. അതിന് ലീഗ് പറഞ്ഞത് ഞങ്ങൾ ചെയ്യാനുള്ള വോട്ട് ചെയ്തു, കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഇപ്പോൾ 7 മാസത്തിനിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഇത്രയധികം പോളിംഗ് കുറയുന്നത്. മാത്രവുമല്ല, അവിടെ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയതിനു ശേഷമാണ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതെന്ന് പോലും രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനെ പാച്ച് വർക്ക് ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അത് ആ അതൃപ്തി മാറിയിട്ടില്ല എന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ കണക്കുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം? കാരണം നിങ്ങളുടെ കയ്യിൽ ഡാറ്റയൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ വളരെ കൃത്യമായ ഡാറ്റ ഉണ്ട്. മാത്രമല്ല, ഇനി ചെയ്യാൻ ബാക്കിയുള്ള വോട്ടുകൾ, ആ വോട്ടുകളിൽ UDF വോട്ട് എത്രയുണ്ട്, LDF വോട്ട് എത്രയുണ്ട്, BJP വോട്ട് എത്രയുണ്ട്, ഞങ്ങൾക്ക് വളരെ കൃത്യമായി. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 3,64,000 വോട്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പിടിച്ച വോട്ടെങ്കിലും ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമോ? 5 ലക്ഷം എന്ന വാദത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു? അല്ലെങ്കിൽ അതൊന്നും അല്ല ഉറച്ചു നിൽക്കുന്നത്, അതിനേക്കാളും അപ്പുറത്താ. 4,31,000 വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷമെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും. യാതൊരു സംശയവും വേണ്ട, എഴുതി വെച്ചോളൂ.
എണ്ണി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് എണ്ണിയും വേണ്ടി ചോദിച്ചോട്ടെ, ഞാൻ വരാം. ശരി, ശ്രീ താങ്കൾ ദയവായി തുടരുക. ശ്രീ ഇ.